ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. അടിപൊളി ടേസ്റ്റുള്ള പെർഫെക്റ്റ് തട്ടുകട സ്റ്റൈലിലുള്ള മുട്ട ബജിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത് 4-5 വർഷം മുമ്പ് നമ്മൾ ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ്. മുമ്പ് ചെയ്ത വീഡിയോ ക്വാളിറ്റി വളരെ കുറവായിരുന്നു. മുട്ട ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട പെർഫെക്റ്റ് ആയിട്ട് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള വീഡിയോ കാണാവുന്നതാണ്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്കിനി കുരുമുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് കുരുമുളക് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളകാണ് ഏറ്റവും നല്ലത്. ഫോട്ടോ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ 1-2 എണ്ണം കട്ട് ചെയ്യാതെയും ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് കടലപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കായം പൊടി 1/4 ടീസ്പൂൺ, ഒരു നുള്ളു മാത്രം അപ്പക്കാരം, ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കായം പൊടി ചേർക്കുമ്പോഴാണ് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സ്മെല്ലും നല്ല ഫ്ലേവറും കിട്ടുക. ഇനി അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് മുട്ട ബജി നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അഥവാ കുറവുണ്ടെങ്കിൽ പിന്നീടും ചെക്ക് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചൂടുവെള്ളം എന്നല്ല, ഞാൻ സാധാ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്. മാവിൻ്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ബജി പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ. മാവിൽ വെള്ളം കുറവാണെങ്കിൽ മുട്ടയിൽ മാവ് കൂടുതലും, വെള്ളം കൂടുതലാണെങ്കിൽ മുട്ടയിൽ മാവ് കുറച്ചേ പിടിക്കുള്ളൂ. ഇതുപോലെ 4-5 പ്രാവശ്യമായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 3/4 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മാവ് ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി അഥവാ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ചേർത്ത് ഈ ഒരു രീതിയിലാക്കി എടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം മുട്ട മാവിൽ മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലൊരു സ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നിങ്ങളുടെ കൈകൾക്ക് നല്ലത്. ചെറിയ പാൻ എടുക്കുകയാണെങ്കിൽ കുറഞ്ഞ ഓയിൽ മതിയാവും. മുട്ടയുടെ പകുതിയെങ്കിലും മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള ഓയിൽ വേണം. ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തീ കുറച്ച് കഴിഞ്ഞാൽ മുട്ട ബജി കുറച്ചുകൂടി ഓയിലി ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ മാത്രം ഫ്രൈ ചെയ്താൽ മതി. കൂടുതൽ സമയം എണ്ണയിൽ ഫ്രൈ ചെയ്യരുത്. മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കുക. ഇതുപോലൊരു ഊറ്റുകൊട്ടയിലിടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഫുള്ളായിട്ടുള്ള മുട്ട കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് തട്ടുകട സ്റ്റൈലിലുള്ള മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.